മൈൻഡാൽഗോ ആപ്പിന്റെ അകത്ത് നിങ്ങൾ രജിസ്റ്റർ ചെയ്ത് വന്നു കഴിഞ്ഞാൽ ഇതേപോലത്തെ ഒരു ഇന്റർഫേസ്, ഇതിലെ ഹോം ഇന്റർഫേസ് ഇതേപോലെ ആയിരിക്കും. നിങ്ങൾക്ക് കാണാൻ പറ്റും. ഫസ്റ്റിൽ വരുന്ന സമയത്ത് ഇങ്ങനെയാണ്, ഡെമോ അക്കൗണ്ട്, ഫാരിസിന്റെ അക്കൗണ്ട് ആണ്. അപ്പം നിങ്ങളുടെ ഫസ്റ്റ് ഈവനിങ് ടൈമിലാണ് നമ്മൾ നോക്കുന്നത്. അപ്പോൾ അതിൽ ഫിംഗർ സ്കാനും ഫേസ് സ്കാനും ചെയ്യാനുള്ള ഓപ്ഷൻ നിങ്ങളിവിടെ കാണും ഫസ്റ്റ് ഡേ വരുമ്പോൾ. അത് എങ്ങനെ ചെയ്യുക എന്നുള്ളത്, ഫസ്റ്റിൽ ഫേസ് സ്കാൻ, നമ്മുടെ ഫേസിന്റെ അകത്തുള്ള രക്തക്കോലകളിലേക്കാണ് ഇത് നോക്കുന്നത്. ഒരിക്കലും നമ്മുടെ മൊബൈലിൽ സാധാരണ കാണുന്ന പോലെ ഫേസ് ഡിറ്റക്ഷൻ അല്ല ഇത് ചെയ്യുന്നത്. ഇറ്റ്സ് നോട്ട് ഡൂയിങ് ഫേസ് ഡിറ്റക്ഷൻ. ഇതാകെ നോക്കുന്നത് നിങ്ങളുടെ ചീക്സിൽ, അതേപോലെ തന്നെ ഈ ഫോർഹെഡ്, നെറ്റി ഏരിയയിലേക്കുള്ള രക്തക്കോലകളിലേക്കാണ് ഇത് നോക്കുന്നത്. അവിടെ നിന്നാണ് ഇൻഫർമേഷൻസ് എടുക്കുന്നത്. ഓക്കെ, അപ്പം ഫേസ് സ്കാൻ ഞാൻ കാണിച്ചു തരാം. ഫേസ് സ്കാൻ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ ഇതേപോലെ വരും. ഫേസ് സ്കാൻ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം, നല്ല ലൈറ്റുള്ള അന്തരീക്ഷത്തിൽ നിങ്ങൾ ചെന്ന് നിൽക്കുക. ഡിം ലൈറ്റ് ആയ സ്ഥലത്ത് അധികം നിൽക്കാതിരിക്കുക. സ്റ്റഡി ആയിട്ട് നിൽക്കുക. ഞാൻ പറഞ്ഞു അധികം ഇങ്ങനെ ഫേസിൻ്റെ ഇതേപോലെ ഇങ്ങനെ ഇളക്കി 3D അല്ല നമ്മളിവിടെ എടുക്കുന്നത്. ഈ ഒരു ഏരിയയിലേക്ക് മാത്രമാണ് ക്യാമറ നോക്കുന്നത്. അപ്പം ഈ ഒരു ഏരിയാസ് പറ്റുമെങ്കിൽ നിങ്ങൾ കണ്ണടയൊക്കെ ഉണ്ടെങ്കിൽ കണ്ണട ഒഴിവാക്കുക. ഇതേപോലെ ഈ ഒരു ഏരിയ വിസിബിൾ ആകുന്ന രീതിയിൽ ഇതേപോലെ നിങ്ങൾ നിന്നെടുക്കുകയാണ് വേണ്ടത്. അപ്പം നമ്മൾ റിലാക്സ് ആയിട്ട് നിൽക്കുക. ഒരുപാട് ബ്രീത്തിങ് ഒന്നും ചെയ്യാതിരിക്കുക. സ്റ്റാർട്ട് വൈറ്റൽ സ്കാൻ എന്നുള്ളത് കൊടുക്കുക. ആ സമയത്ത് ഇതേപോലത്തെ ഒരു സംഭവങ്ങൾ വരും. ഓക്കെ, ഇതേപോലെ നിന്ന സമയത്ത് നിങ്ങളൊന്ന് പൊസിഷൻ ചെയ്യാതെ ഇതേപോലെ ഇങ്ങനെ നിന്നാൽ മതി. അതിൻ്റെ ശേഷം ബിഗിൻ സ്കാൻ എന്നുള്ളത് കൊടുക്കുക. അപ്പോൾ ഇത് അനലൈസിങ് ചെയ്യും. അപ്പോൾ അതിൻ്റെ മേലെ റെക്കോർഡിങ് കാണിക്കും. സിഗ്നൽ ഇപ്പോൾ 0 ആണുള്ളത്. കാരണം ഇറ്റ്സ് 40, ഇറ്റ്സ് ഗുഡ് ലൈറ്റിൽ ഇതേപോലെ നമ്മൾ ചെയ്യുക. ഇതേപോലെ നിൽക്കുക. ഇറ്റ്സ് 37, സിഗ്നൽ ഇപ്പോഴും കുറവാണ്. ഞാൻ ഇളകുന്നുണ്ടായിരിക്കും. ഞാനിനി ഇളകാതെ നിൽക്കാം. ഇതേപോലെ നിൽക്കുക. ഇറ്റ്സ് 95, ഗുഡ് സിഗ്നൽ. ഇളകാതെ നിങ്ങളിങ്ങനെ നിൽക്കുക. നമ്മുടെ നെറ്റി, അതേപോലെ തന്നെ ചീക്ക്, ഇവിടേക്കാണ് ക്യാമറ നോക്കുന്നത്. ഓക്കെ, ഇറ്റ്സ് ഡൺ. സിമ്പിളാണ്. ഇത്ര നിങ്ങൾ ജസ്റ്റ് നിന്ന് കൊടുത്താൽ മാത്രം മതി. നമ്മുടെ രക്തക്കോലകൾ, നമ്മൾ അധികം ആൾക്കാരും പ്രശ്നങ്ങൾ ഉണ്ടെങ്കിലും എനിക്ക് പ്രശ്നമൊന്നുമില്ല, അയാം ഓക്കെ എന്ന് പറഞ്ഞ് നടക്കും. ബട്ട് നമ്മുടെ രക്തക്കോലകൾക്ക്, മുഖത്തിനുള്ളിലെ രക്തക്കോലകൾക്ക്, അതുമായിട്ട് ബന്ധിപ്പിച്ചിരിക്കുന്ന നെർവസ് സിസ്റ്റത്തിനൊന്നും കള്ളം പറയാൻ പറ്റില്ല. കംപ്ലീറ്റ് ഡാറ്റ നിങ്ങൾക്ക് തന്നെ മനസ്സിലാക്കാൻ പറ്റും. അപ്പം ഇറ്റ്സ് അനലൈസിങ്, മെഷറിങ്, എവാലുവേറ്റ് ചെയ്ത് അതിൻ്റെ വെൽനെസ് സ്കോറൊക്കെ കാൽക്കുലേറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇത് നിങ്ങളെ ഓൺ ബോർഡ് ചെയ്ത ശേഷം കണ്ടിന്യൂസ് 3 ദിവസങ്ങൾ കംപ്ലീറ്റ് ആയിട്ട് നിങ്ങൾ ചെയ്യുക. ഫേസ് സ്കാനും അതേപോലെ തന്നെ ഫിംഗർ സ്കാനും ഇത് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ നെർവസ് സിസ്റ്റത്തിൻ്റെ അകത്ത് എന്തൊക്കെ പ്രോബ്ലംസ് ഉണ്ടെന്നുള്ളത് ക്ലിനിക്കൽ ക്ലാരിറ്റിയോടെ നിങ്ങൾക്ക് തന്നെ മനസ്സിലാക്കാൻ പറ്റും. സിമ്പത്തറ്റിക്, പാരാസിമ്പത്തറ്റിക് ബാലൻസ് കറക്റ്റ് ആണോ എന്നൊക്കെയുള്ള ഇൻഫർമേഷൻസ്. അപ്പോൾ ഇറ്റ്സ് ഡിറ്റക്റ്റിംഗ് 1 ബില്യൺ പാരാമീറ്റേഴ്സ് യൂസ് ചെയ്തിട്ടാണ് നമ്മുടെ AI ഡിറ്റക്ട് ചെയ്യുന്നത്. അപ്പോൾ ഇത് ഡിറ്റക്ട് ചെയ്ത് വരാൻ കുറച്ച് ടൈം എടുക്കും. അതിൻ്റെ ഇടയിൽ ഇവിടെ ഓരോ കോഡ്സ് വരും. യു ജസ്റ്റ് റീഡ് ഇറ്റ്. ഇറ്റ്സ് എൻലൈറ്റിംഗ് ട്രാക്സ് ആയിരിക്കും. ട്രാക്കിംഗ് യുവർ വൈറ്റൽ ഹെൽപ്സ് ഐഡൻറ്റിഫൈ പാറ്റേൺസ്. പ്രധാനമായിട്ട് നമ്മൾ പാറ്റേൺസ് ആണ് ഐഡൻറ്റിഫൈ ചെയ്യുന്നത്. ഓരോ ദിവസങ്ങളിലും ഒന്നിച്ചുണ്ടാവുന്ന മാറ്റങ്ങളല്ല. മെൻ്റൽ ഹെൽത്തിൽ നിന്ന് മനസ്സിലാക്കിയിട്ടുണ്ടാവും ഏറ്റവും ഇമ്പോർട്ടൻസ് പറഞ്ഞ പാറ്റേൺസ് ആണ്. നമ്മൾ വീണ്ടും വീണ്ടും വീണ കുയിൽ തന്നെ വീണുകൊണ്ടിരിക്കുന്നു. പ്രശ്നങ്ങൾ വീണ്ടും ഇങ്ങനെ ലൂപ്പ് അടിച്ചുകൊണ്ടിരിക്കുന്നു. ഇറ്റ്സ് എവിടെയാണ് പാറ്റേൺ, എവിടെ ബ്രേക്ക് ചെയ്യണം എന്നുള്ളത് യു ക്യാൻ അണ്ടർസ്റ്റാൻഡ് ഫ്രം ഇറ്റ്.